ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ അവരുടേതായ വസ്ത്രധാരണമുണ്ട്. ഈ വസ്ത്രധാരണങ്ങൾ പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ ചിന്തിക്കുമ്പോൾ എക്സ്പോസ്ഡ് ആണ് എന്ന് തോന്നുന്ന വസ്ത്രധാരണങ്ങൾ മറ്റ് പല രാജ്യങ്ങളിലും അത് സ്വാഭാവിക വസ്ത്രധാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു വസ്ത്രധാരണമാണ്, അവിടെയും പുരുഷന്മാരുണ്ട്, ഒരുപക്ഷെ ഇതിന്റെ പിറകിലുള്ള ഒരു കാരണം ആയിട്ട് ഈ വസ്ത്രധാരണം മാറുന്നു, അല്ലെങ്കിൽ അതൊരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? അല്ല, വസ്ത്രധാരണമല്ല, കൾച്ചറാണ്. ഇപ്പം വേറൊരു US-ലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു കൾച്ചറാണോ നമ്മുടെ നാട്ടിലിവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യം ജംഗ്ഷനിൽ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വസ്ത്രം പോയി പൗടിക്കോണത്ത്, ഞാൻ താമസിക്കുന്നത് പൗടിക്കോണത്താണ്, പൗടിക്കോണം ജംഗ്ഷനിൽ എൻ്റെ സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് ഞാൻ പോയി എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ US-ലൊക്കെ എല്ലാവരും ഇടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ഇട്ടാലെന്ന് ചോദിച്ചാൽ ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ എനിക്കതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ ഒരു ലൈഫ് വേണം ഞാൻ മുമ്പോട്ട് പോകാൻ. ദീപ പറയാതെ പറയുന്നത്, ഞാൻ സോറി ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കുന്നത്, പറയാതെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അനുസരിച്ച് നമ്മുടെ കൾച്ചർ ആണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന കാരണത്തിലൂടെ ഒരു പക്ഷേ ഇങ്ങനെയുള്ള റേപ്പ് പോലുള്ള ചില അറ്റംപ്റ്റിന് കാരണമാകാൻ ചിലരുടെ പിറകിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള പുരുഷന്മാർ ഇതുപോലുള്ള വസ്ത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് നോർമലാണ്. ഇപ്പം തന്നെ ഹരി പറഞ്ഞു പുറത്തുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നോർമൽ അല്ലേന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ അത് നോർമൽ അല്ല. അപ്പം നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മൾ നോക്കില്ലേ? നോർമൽ അല്ലാത്ത എന്ത് കാര്യം കണ്ടാലും നമ്മളെ ചർച്ച ചെയ്യില്ലേ? നമ്മൾ എന്നും കാണാത്ത എന്ത് കാര്യം നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ 2 വട്ടം അതിനെപ്പറ്റി സംസാരിക്കില്ലേ? അപ്പം നോർമൽ അല്ലാത്ത ഒരു സാധനം ഞാൻ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ കാര്യമില്ല.